ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഭയങ്കര റേറ്റ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. അത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. പല വേർഷനിലും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 200 ഗ്രാം ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട്, ഇല്ലാത്ത ചിക്കന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തതും, അതേപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് സോയാ സോസും ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ചിക്കൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നില്ല, വലിയ പീസായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് പിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോട്ടിങ്ങിനായിട്ട് കുറച്ച് സംഭവം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, അതേപോലെ തന്നെ ഒരു കാശ്മീരി മുളക്, ചെറിയൊരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ 3 പൗഡേഴ്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന തന്നെ പല മെത്തേഡിലും ചെയ്യാറുണ്ട്. ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു മെത്തേഡിലാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പൗഡറായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ലാസ്റ്റ് സ്റ്റേജിൽ ഇതിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവുമല്ലോ പാക്കറ്റിൽ വരുന്നത്, അതാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഒരു ട്രേയിലേക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അളവാട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം സെയിം ഓയിലിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ പുറത്തൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കളർ ചേഞ്ച് ആയിട്ട് വരും, എന്നാൽ ചിക്കന് ശരിക്കും വെന്ത് കിട്ടില്ല. പിന്നെ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പോപ്പി ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതേ രീതിയിലാണ് നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അതുകൊണ്ട് വേറെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്ര ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണം. ഒരു വൈറ്റ് സോസ് കണ്ടിട്ടില്ലേ, അത് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഈ മൈദയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാല് ചേർത്താലാണ് ഇത് കറക്റ്റായിട്ട് ആ ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക കേട്ടോ. ഓവറായിട്ട് തിക്കും ആവരുത്, എന്നാൽ കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു വൈറ്റ് സോസ് ആയിട്ട് നമുക്ക് കിട്ടണം. ആ രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മൈദയൊക്കെ ഒന്ന് ഈ പാലിൽ നന്നായിട്ട് ബോയിലായിട്ട് വരുമ്പോൾ തിക്കായിട്ടുള്ള ഒരു സോസായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 സ്ലൈസ്ഡ് ചീസാട്ടോ എടുത്തിട്ടുള്ളത്. മൊസറല്ല ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൊസറല്ല ചീസ് ആകുമ്പോൾ ഇങ്ങനെ വലിയ ടൈപ്പിൽ കിട്ടും. ഈ ഒരു ചീസാണെങ്കിലും കുഴപ്പമില്ല, ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൽ നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. ഞാൻ റിസ്ക് വെച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചീസിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് വേണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറിഗാനോ കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ആ ഒരു ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സോസിൻ്റെ. ഇനി നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്ക് സോസ് വേണ്ടത്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണ പണി മാത്രമേ ഉള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യുക, അതുപോലെ ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുക, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യുക. അത്രയും പണിയുള്ളൂ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വിചാരിച്ച സിമ്പിളാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് ക്യാഷ് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ആ ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് 2 ലെയറായിട്ട് അടുത്ത് ചെയ്തെടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്ത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കനും കംപ്ലീറ്റ് അങ്ങ് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
വീണ്ടും നമ്മുടെ ആ ഒരു സോസ് ഉണ്ടല്ലോ, വൈറ്റ് സോസ്, അത് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ഒറിഗാനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു ലോഡഡ് ഫ്രൈസിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും. ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് തന്നെ സംഭവം കഴിയും. ചിലത് ഇങ്ങനെ ബേക്ക് ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കുന്നത് കാണാറുണ്ട്, മൊസറല്ല ചീസൊക്കെ ചേർത്തിട്ട്. പക്ഷേ അത്രയൊന്നും പണിയില്ല ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്